നാട്ടിലുണ്ടു നല്ലൊരു സുൽത്താൻ, കഥകൾ കൊണ്ടൊരു കോട്ട കെട്ടി ഖൽബിലേറിയ സുൽത്താൻ. ജീവിതത്തിൻ ചോര ചിന്തിയ കഥകളോതിയ സുൽത്താൻ, കഥകൾ കൊണ്ടൊരു കോട്ട കെട്ടി ഖൽബിലേറിയ സുൽത്താൻ. മലയാള തറവാട്ടിലുണ്ടു നല്ലൊരു സുൽത്താൻ, കഥകൾ കൊണ്ടൊരു കോട്ട കെട്ടി ഖൽബിലേറിയ സുൽത്താൻ. ഒന്നുമൊന്നും ഇമ്മിണി ബല്യൊന്ന് എന്നൊരു കാര്യം എത്ര രസമായി നമ്മിലേക്കു പകർന്നു തന്നൊരു സുൽത്താൻ. ഒന്നുമൊന്നും ഇമ്മിണി ബല്യൊന്ന് എന്നൊരു കാര്യം എത്ര രസമായി നമ്മിലേക്കു പകർന്നു തന്നൊരു സുൽത്താൻ. സ്വാതന്ത്ര്യ സമരഭൂവിൽ കരളുറപ്പോടം പൊരുതി ജയിലറ പോകി ദേശ സ്നേഹിയായൊരു സുൽത്താൻ. മലയാള തറവാട്ടിലും. ഹായ്, ഞാൻ പാത്തുമ്മ. അറിയോ ബഷീർ മൂപ്പര് നമ്മളെ കുറച്ചൊക്കെ എഴുതിയേക്കും. പാത്തുമ്മാടാണ്. അല്ല, എന്റെ ആടിനെ കണ്ടിരുന്നു. അതിന് പള്ളി വായിച്ചിട്ടുണ്ടാവും. ബാലകാല സഖിയിലെ നായകനാണ് ഞാൻ. ഒന്നും ചേർന്നാൽ ഇമ്മിണി ബല്ലി ഒന്ന് എന്നാണ് ജീവിതാനുഭവത്തിൽ മജീദ് കണ്ടെത്തിയത്. വായനക്കാർ തന്നെ ഇതയത്തോട് ചേർത്ത് നിൽക്കുന്ന കഥാപാത്രം. ഞാൻ മുഹമ്മദ് അൻഷിദ്. പുല്ലും ജീവികളും പഴങ്ങളുമെല്ലാം ജീവിയുടെ അവകാശികളാണ്, ഭൂമിയുടെ അവകാശികളാണ്. 500 കൊല്ലം കഴിഞ്ഞ ഇതിനെല്ലാത്തിനെയും മനുഷ്യന്മാർ നശിപ്പിക്കും, പിന്നെ അവൻ തന്നെ ചാകും. ഞാനാണ് പൊൻകുരിശ് തോമ. ആനവാലും പൊൻകുരിശും എന്ന കൃതിയിലെ ഒരു കഥാപാത്രമാണ് പൊൻകുരിശ് തോമ. മിശിഹ തമ്പുരാനെ ക്രൂശിച്ചത് മരക്കുരിശിലല്ലേ, പള്ളിക്കെന്തിനാ പൊൻകുരിശ് എന്ന ന്യായത്തിൽ പൊൻകുരിശ് മോഷ്ടിച്ചയാളാണ് തോമ. ആൺഭാഷയുള്ള എഴുത്തിലൂടെയും പാത്തുമ്മ. എന്റെ ഇക്കാനെ നിങ്ങൾക്ക് അറിയോ? എന്റെ ഇക്കാക്ക് വലിയ എഴുത്തുകാരനാ. നമ്മളെ കുറിച്ചിട്ട് എഴുതിയിട്ടുണ്ട്. എന്താന്നറിയോ അതിന്റെ പേര്? പാത്തുമ്മയുടെ ആട്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? അതൊക്കെ വായിക്കണം, നല്ല രസാ. നിങ്ങളാടെ പള്ളിയും വായിച്ച് നിൽക്കുന്നുണ്ടാവും. ആരെങ്കിലും നമ്മളാടിന് എന്തെങ്കിലും തിന്നാൻ കൊടുത്തോ? ആടെവിടെ പത്തിരി ചൊട്ട് വിളമ്പി കത്തും പത്തിരി പാത്തുമ്മ, പത്തിരി ചൊട്ട് വിളമ്പി കത്തും പത്തിരി പാത്തുമ്മ. അയ്യോ, എന്റെ ആട് പള്ള പിടിച്ച് വിശന്ന് കരയുന്നുണ്ടാവും. എന്തെങ്കിലും പോയി കൊടുക്കും. പത്തിരി ചുട്ട് വിളമ്പി മുത്തളി പാത്തുമ്മ, പത്തിരി ചുട്ട് വിളമ്പിയ മുത്തളി പാത്തുമ്മ. എന്റെ ആടിന് ആരെങ്കിലും കഞ്ഞി വെള്ളം കൊടുക്കും. മിയ ഫാത്തിമ. ഞാൻ പാത്തുമ്മയായാണ് അഭിനയിക്കുന്നത്. നമസ്കാരം, ഞാൻ ഫിയ ഫാത്തിമ. ഞാൻ സുബൈദയായി അഭിനയിക്കുന്നു. പത്തിരി ചുട്ട് വിളമ്പി നടക്കുന്ന പൊന്നൊളി പാത്തുമ്മ. അല്ലാ, എന്റെ ആട് പള്ളിയും പഴിച്ച് കിടക്കുന്നുണ്ടാവില്ലേ? ആരെയും എന്റെ ആടിന് എന്തെങ്കിലും തിന്നാം. കഞ്ഞി വെള്ളം കൊടുത്തോ? ഓ, നിങ്ങളൊരാട് എന്റെ വീട്ടിലെ
വെള്ളവും കടലാസും എല്ലാം ആ ജീവി തിന്ന് തീർക്കുന്നു. നിങ്ങളൊരു കഞ്ഞിമ്പഴം പറഞ്ഞോളി എന്റെ ആടൊന്ന് പറട്ടി ഞാൻ കാണിച്ചു തരാം എല്ലാവർക്കും. എന്റെ ആട് പെരുമ്പോ സുബൈദാൻ ഈ മരത്തിലെ പാത്തുവോ ഒറ്റ കണ്ണും പോക്ക് ഒന്ന് വെച്ചാൽ മായമല്ല മന്ത്രമല്ല. ഒന്ന് വെച്ചാൽ രണ്ട് വെച്ചാൽ നാല് വെച്ചാൽ നാല്. അല്ല നിനക്ക് പിന്നെ മനസ്സിലായോ? ഞാൻ വൈക്കം മുഹമ്മദ് ബഷീർ എഴുതിയ പാത്തുമ്മയുടെ ആട് എന്ന് പറഞ്ഞ കഥയിലെ പാത്തുമ്മയാണ് ഞാൻ. അല്ലാ, എൻ്റെ ആട് ഇവിടെ അതിപ്പോ എന്തായത്? ഞാൻ ഷെനീബ. അല്ല പഠിച്ചോനെ, ഞാൻ ചാടിനൊന്നും തിന്നാൻ കൊടുത്തിട്ടില്ല, പോയി തിന്നാൻ കൊടുക്കട്ടെ. ഇവിടെ എല്ലാരും ഉണ്ടല്ലോ, നിങ്ങളും ചാടിന് കന്യാളം കൊടുത്തോ? നിങ്ങൾ ആട് ഞങ്ങൾ ബുക്കൊക്കെ തിന്നിക്കണം, നിങ്ങൾക്ക് കന്യാളല്ല. ചാട് പറട്ടട്ടോ, ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഈ വാക്ക് നിങ്ങൾ മുന്നേ കേട്ടിട്ടുണ്ടോ? ഇത് അറബിയിലെ വാക്കാണോ? അറബിയിലെ വാക്കാണോ? മലയാളത്തിലെ വാക്കാണോ? ആണോ? മലയാളത്തിൽ നിങ്ങൾ എവിടെയും കേട്ടിട്ടുണ്ടോ? ഒരു ലുക്കിനി കേട്ടിക്കാൻ പറയുന്നത് കേട്ടിട്ടുണ്ടോ? ഒരു വായിക്കാന്ന് കേട്ടിക്കണോ? പിന്നെ നിങ്ങൾ മലയാളത്തിലെ വാക്കാന്ന് പറഞ്ഞേ. ഇത് ഇംഗ്ലീഷിലെ വാക്കാണോ? അല്ല. അപ്പൊ ഈ വാക്കൊക്കെ എവിടുന്നുണ്ടായി? ഒരു വാക്കുകൾ, അർത്ഥമില്ലാത്ത കുറെ വാക്കുകൾ കൊണ്ട് മനോഹരമായ ഒരു പാട്ടുണ്ടാക്കിയ ആളാണ് ആര്? ബഷീർ. ആ പാട്ടാണ് ഇപ്പൊ നമ്മൾ കേട്ടത്. മനസ്സിലായോ? ഇനി നിങ്ങൾക്ക് ബഷീറിനെ കുറിച്ച് കുറെ കാര്യങ്ങളൊക്കെ കാണിച്ചു തരുന്നുണ്ട്. അതിനു മുമ്പ് ബഷീറിന്റെ ഒരു കഥ ഞാൻ പറഞ്ഞുതരാം. കേൾക്കാൻ ഇഷ്ടമുണ്ടോ? ബഷീറിന്റെ ആനപ്പൂട എന്ന് പറഞ്ഞൊരു കഥ കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടോ? എന്താണ് ഈ ആനപ്പൂട എന്ന കഥ? പറഞ്ഞ ആനയുടെ വാല് പറിച്ചോ? ആനയുടെ വാലൊക്കെ പറിക്കാൻ പറ്റുമോ? വാല് പറിക്കാൻ പറ്റുമോ? ശരി, ഞാൻ ആ കഥ നിങ്ങൾക്കൊന്ന് പറഞ്ഞുതരാം. ആനപ്പൂട എന്ന് പറയുന്ന കഥ വൈക്കം മുഹമ്മദ് ബഷീർ എഴുതിയ കഥയാണ്. അതിൽ അബ്ദുൾ ഖാദർ എന്ന് പറയുന്ന ഒരു കഥാപാത്രമുണ്ട്. ഒരു 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കൊച്ചു പയ്യൻ. എന്താണ് പേര്? കഥ. ഓക്കെ, പാട്ട് പഠിച്ചിട്ടുണ്ട്, കൈത് കൂട്ടില് വെച്ചിട്ടുണ്ട്, അപ്പം തന്നാൽ പാടാം, ചക്കര തന്നാല് പാടാം, ഞാനൊരു പാട്ട് പഠിച്ചിട്ടുണ്ട്, കൈത കൂട്ടില് വെച്ചിട്ടുണ്ട്, അപ്പം തന്നാൽ പാടാം, ചക്കര തന്നാൽ നാളെ പാടാം. നല്ല കേട്ടോ? ഓക്കെ, മതി. നമുക്ക് വീഡിയോ ഒക്കെ കാണാം കേട്ടോ. സോജാ രാജകുമാരി സോജാ